നമ്മുടെ വീട്ടിലുള്ള പൂവിന്റെ സ്റ്റോക്ക് ഒക്കെ തീർന്നുണ്ട്. രാവിലെ തന്നെ വണ്ടി എടുത്തിട്ട് നേരെ കുഞ്ഞേടെ അടുത്തേക്കാട്ടാ പോണത്. വണ്ടിയിൽ പോണാണുമ്പോ നിങ്ങൾ വിചാരിക്കും കുഞ്ഞേടെ വീട് അങ്ങ് ഉഗാണ്ടല്ലാന്ന്. ഇവിടുന്ന് 1 കിലോമീറ്റർ പോലും ഇല്ലാട്ട് അങ്ങോട്ട്. കുറച്ച് പേരൊക്കെ കമന്റ് ബോക്സിൽ ചോദിക്കാറുണ്ട് കുഞ്ഞ ആരാന്ന്. കുഞ്ഞ വേറെ ആരും അല്ല, എന്റെ അമ്മയുടെ സ്വന്തം അനിയത്തിയാണ് കേട്ടാ. ഇവിടെ ആണെങ്കിൽ ഇഷ്ടം പോലെ പൂവാണ്. അങ്ങനെ ഇന്നത്തെ ആവശ്യത്തിനുള്ളത് മാത്രമേ ഞാൻ പറിച്ചിട്ടുള്ളേ. അങ്ങനെ പൂവും കൊണ്ട് നേരെ വീട്ടിലേക്ക് പോന്നുട്ടാ. വീട്ടിൽ വന്ന് കുളിച്ച് റെഡി ആയിട്ട് പൂവൊക്കെ അരിഞ്ഞെടുക്കാൻ വേണ്ടിട്ട് ഇരുന്നുട്ടാ ഞാൻ. അവിടെ കുറെ പൂക്കളെ ഇലകൾ ഉണ്ടെങ്കിലും ഞാൻ ഇപ്പോഴത്തെ ആവശ്യത്തിന് കുറച്ച് മാത്രമേ പറിച്ചിട്ടുള്ളൂ കേട്ടാ. ബാക്കി നാളേക്കൊക്കെ വേണമല്ലോ നമുക്ക്. അതുകൊണ്ട് ഞാൻ അവിടെ നിർത്തിയേ. അങ്ങനെ പൂക്കൾ ഇടാൻ വേണ്ടി വന്നപ്പോ അവിടെ വീടിന്റെ വണ്ടി ഇരിക്കണ്ടായിരുന്നു. അതൊന്ന് നൈസായിട്ട് എടുത്ത് നീക്കി വെച്ചായിരുന്നേ. പിന്നെ എന്നത്തെ പോലെ ഇന്നലത്തെ കളത്തിന്റെ ബാക്കി പൂക്കളെല്ലാം എടുത്ത് മാറ്റിയിട്ട് ഫ്രഷ് ആയിട്ട് ഇന്നത്തെ കളർ ഇടാൻ തുടങ്ങും കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ചാണകമൊക്കെ മെഴുകിട്ടാണ് കളർ ഇടാ. പക്ഷെ എനിക്ക് അത് പറ്റൂല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ചാണകം മെഴുകാത്തത്. വെള്ള കളർ കിട്ടാനായിട്ട് അതുപോലത്തെ ഒരു ഇലച്ചെടി ഞാൻ പറിച്ചിട്ട് വന്നിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നു. അരിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതിന്റെ സ്വഭാവം മാറി വേറെ എന്തൊക്കെയോ കളറായിട്ട് എന്റെ പ്രതീക്ഷകളൊക്കെ പോയി. അപ്പൊ ഇന്നത്തെ എന്റെ കളം ഇതാണ്. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇനി ഞാൻ പോയിട്ട് എന്റെ ബാക്കി പരിപാടികൾ നോക്കട്ടെ. അപ്പൊ അത്രയുള്ളൂ ഗൈസ്, ബൈ.